ഇതായിപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ചോറ് വിളമ്പി. എന്നിട്ട് എൻ്റെ ഈ മുളക് ചാലിച്ചത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും നിറയെ മുളക് കഴിക്കേണ്ട പുളി കഴിക്കേണ്ടതെന്നൊന്നും. അങ്ങനെയല്ല, ഇങ്ങനെയുള്ളതും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതാ നോക്കിക്കോളൂ, എൻ്റെ വായിലിപ്പോൾ തന്നെ വെള്ളം ഓടിക്കഴിഞ്ഞു. ആ വെളിച്ചെണ്ണയുടെ മണവും കരുവേപ്പിൻ്റെ ഇലയും ഉള്ളി ചുട്ടതും മുളക് ചാലിച്ചത്, ഇതാണ്. ഇത് കൂട്ടിയിട്ടാണ് ഞാനിന്ന് ഊണ് കഴിക്കാൻ പോണേ. പിന്നെ എൻ്റെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ വെച്ചിട്ട് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഞാനിത് പീൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ആ കഷ്ണങ്ങൾ ആക്കണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ അടുപ്പിൽ ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് കണ്ടോളൂ. ഇപ്പോൾ നോക്കിക്കോളൂ, കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇതാ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് എണ്ണ ജാസ്തി വേണം. അപ്പോൾ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ കടുകിട്ടു കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടു. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കടുക് പൊട്ടി വരുന്നു, കുറച്ച് ജീരകം ഇട്ടു. ജീരകം വളരെ കുറവ്, ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ജീരകവും കൂടി പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങിനെ വെള്ളമൊന്നുമില്ല, വെറുതെ നന്നായി ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യാനില്ല കേട്ടോ. ഈ ജീരകത്തിലും ഇതിലും കിടന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. ഞാനൊന്നിങ്ങനെ നന്നായി ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് ഹൈ ഹീറ്റിലാണ് ഇതുള്ളത്, ഞാനിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കണ്ടു, എൻ്റെ പൊട്ടറ്റോയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ അതങ്ങനെ ഒന്ന് ബ്രൗൺ നിറം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടി ഒന്നായാൽ അടുത്ത മസാല എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഇപ്പോൾ ഈ ഒന്നും കൂടി ബ്രൗൺ നിറമായ സമയത്ത് ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടുതലല്ല, ഇതൊന്നിപ്പോൾ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നിങ്ങനെ ആക്കിയത്. കണ്ടു, ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാനിതിലേക്ക് ലേശം ഉപ്പ് ചേർക്കട്ടെ. നമ്മൾ ഈ മസാല അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് വളരെ കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിതിനിങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പം ഞാൻ ഈ മസാല ഇന്നൊരു ഗ്രീൻ കളറാണ് കേട്ടോ വരാൻ പോണത്. കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക്, കുറച്ച് ജീരകം വറുത്തിട്ടിട്ടുമുണ്ട്, കുറച്ച് പെരുംജീരകം, കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി. നിങ്ങൾക്ക് ഇഞ്ചിക്ക് പകരം വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇഞ്ചിയാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ഈ മസാലയൊക്കെ ഈ കുരുമുളക് പൊട്ടറ്റോ കഴിക്കുന്നവർക്ക് ചെറിയ ഗ്യാസ് അങ്ങനെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതിന് ഈ പെരുംജീരകം, ഇഞ്ചി ഒക്കെ വളരെ നല്ലതാണ്, വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന്, ഞാൻ 2 ആഡ് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഈ മസാല ഒന്ന് ഞാൻ അരക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എൻ്റെ ഈ പേസ്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പച്ചമുളകിൻ്റെ എരിവ്, കുരുമുളകിൻ്റെ എരിവ് ഇതൊക്കെ അവരവർക്ക് നിശ്ചയിക്കാം എങ്ങനെ വേണ്ടതെന്ന്. അതെ, ഞാൻ കുറച്ച് എരിവ് ഇട്ടിട്ടുണ്ട്. എനിക്കിവിടുത്തെ പച്ചമുളക്, ഞാനിപ്പോൾ കേരളത്തിൽ പാലക്കാടാണ് ഉള്ളത് കൂട്ടുകാരെ. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അതും കൂടി പറഞ്ഞില്ലേ ഞാനൊന്ന്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഉപ്പ് മതിയോ എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് മൊരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇപ്പോൾ എൻ്റെ കണ്ടോ പൊട്ടറ്റോ ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെയും ചെയ്തു. എപ്പോഴും നമ്മൾ പച്ചമുളക് ഇടാതെയല്ല നമ്മൾ പറയണ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്യാം. ഞാൻ ഇനി എണ്ണ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല. എന്താ വെച്ചാൽ ഇത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞിട്ട് ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് വറുത്ത എള്ള് ചേർക്കാൻ പോകുന്നുണ്ട്, അതൊന്ന് കാണിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വെള്ള എള്ളിനെ ഒന്ന് ചൂടാക്കി നോക്കോളൂ.
വറുത്തിട്ട് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും. മണം. ഇപ്പോൾ എൻ്റെ എള്ള് ഞാനിതിലേക്ക് ആഡ് ചെയ്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴായിരിക്കും വളരെ നന്നായിരിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഞാനിതിനെ ഇനി എൻ്റെ ഒരു ഡിഷിലേക്ക് ആക്കിയിട്ട് കാണിക്കാം. കൂട്ടുകാരെ, എൻ്റെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് എന്ത് കളറിലാണ് കാണണമെന്ന് എനിക്കറിയില്ല. ഇത് ഗ്രീനാണ് എനിക്ക് കാണാൻ. വീഡിയോയിൽ എങ്ങനെ കാണണമെന്നറിയില്ല. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾ വരെ നന്നായി കഴിക്കും. അല്ല, ആ പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയാനുള്ളത്, ഇതിൽ ഞാൻ വെള്ളയെ ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞാൻ നിങ്ങളിങ്ങനെ എനിക്ക് ഫീഡ്ബാക്ക് തരിക കേട്ടോ. ഇപ്പം ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു മുളക് ചാലിച്ചത്. മുളക് ചുട്ട് ചാലിക്കുക എന്ന് പറയും കേട്ടോ. ഇത് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കരിക, ഒരു ചെറിയ ചോറിൻ്റെ കൂടെ കഴിക്കാനേ ഇത് നോക്കിക്കോളൂ. അതിപ്പോൾ ഇങ്ങനെ കരിഞ്ഞു കാണുന്നുണ്ടോ? ഇത് ഇതാ കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ഞാനിതിനെ ഇപ്പോൾ ഈ പ്ലേറ്റിൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ചെറിയ ഉള്ളി കേട്ടോ, ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ചുടുക ഇതിലിട്ടിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കഷ്ടിച്ചൊരു രണ്ടാൾക്ക് ഒരാൾക്കാണ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര ഉള്ളി വേണമെങ്കിലും ഇത് ചേർക്കാം, മുളകും ചേർക്കാം. പക്ഷേ ഇത് വളരെ കണക്കായിട്ടുള്ള ഒന്നാണ്. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ഇഷ്ടമില്ലാത്ത കറിയൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യാററിയോ, ഞാനിതിനെ ഇങ്ങനെ ചുടും. ഈ മുളകിന് തന്നെ അതിൽ വെള്ളമില്ലാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. നമ്മൾ മുളകൊക്കെ നല്ലോണം തുടയ്ക്കുക. അതേമാതിരി പ്ലേറ്റിലോ ഏത് പാത്രത്തിലാണ് നമ്മൾ ചെയ്യണേ. ഇതിനെ ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഉള്ളി ഇങ്ങനെ ഞാൻ ചുട്ടു. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഉള്ളി കേട്ടോ, ഈ മുളക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഒരു 2-3 ഉള്ളി കൂടി ചേർക്കാം കേട്ടോ. മുളക് വളരെ നല്ല വലിയ മുളകാണ്. അപ്പോൾ ഞാനിനി ഒരു 2-3 ഉള്ളിയും കൂടെ ചുട്ടിട്ട് ഞാനിതെങ്ങനെ ചാലിക്കണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് ഈ ഉള്ളി മുഴുവൻ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിൻ്റെ കൈകൊണ്ട് വേണമെങ്കിൽ ഉടയ്ക്കാം കേട്ടോ. ഞാൻ പക്ഷെ അത് നന്നായി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി ചതയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാണ്. കൂടെ തന്നെ ഞാൻ ഈ മുളകില്ലേ ചുട്ടത് അതും കൂടി ഇടുകയാണ്. മറ്റേ മുളകും കൂടി ഇടുകയാണ്. ഞാനിപ്പോൾ ഈ മുളകിനെയൊക്കെ എടുത്തിട്ട് അതൊന്ന് ചതച്ചതൊന്ന് ഇതിലേക്ക് എടുത്തിടുകയാണ് കേട്ടോ. എടുത്തിട്ടിട്ട് ഇപ്പോൾ ഇതാ കുറച്ച് കഞ്ഞിയുടെ വെള്ളം. ഇത് നല്ല ടേസ്റ്റ് തരും. ഒരു കൊഴുപ്പിനും ഇതിങ്ങനെ ചാലിക്കുക തരും. ഈ ചുട്ട മുളകും ഉള്ളിയും ഈ മുളക് കുറച്ച് എരിവ് ജാസ്തി ഉണ്ടോയെന്ന് അറിയില്ല. എനിഹോ ഞാനിതിനെങ്ങനെ ചാലിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ പുളി കണ്ടോളൂ. വളരെ കുറച്ചേ ഉള്ളൂ പുളി. ഒരു എന്താ പറയുക, ഒരു നോട്ട ഒരുപാട് ചേർക്കാൻ പാടില്ല പുളി. ഇതിങ്ങനെ കൈകൊണ്ട് നന്നായി ഇങ്ങനെ സ്മാഷ് ചെയ്യുക, ഉള്ളിയും മുളകും പുളിയും. എന്നിട്ട് ഇതിനെ ഇനി ഞാനൊരു ചെറിയ കട്ടോരിയിലാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തരും കൂട്ടുകാരെ. ഇപ്പോൾ ഈ പനിയൊക്കെ പിടിച്ച് നമുക്ക് അസുഖമൊക്കെ മാറിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് തീരെ വായയ്ക്ക് പിടിക്കാറാകുമ്പോൾ എനിക്ക് പണ്ട് എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഊണ് കഴിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി കുടിക്കാനും എല്ലാം വേണ്ടിയിട്ട് എൻ്റെ ആൻറ്റി അമ്മ എല്ലാം ഇങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാൻ കാണിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഈ കറിവേപ്പില ഞാനിങ്ങനെ നിറന്ന് കുറച്ച് മുറിച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന്, ഈ കഞ്ഞിര വെള്ളം ഉണ്ടല്ലോ ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ ഉള്ളിയും മുളകുമൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് എപ്പോഴും എനിക്ക് എൻ്റെ അമ്മയും ആൻറ്റിയൊക്കെ ഉണ്ടാക്കി തരുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിൽ ഒരു ഫൈനൽ സാധനം ചേർക്കാനുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കാം. എൻ്റെ മുളക് ചാലിച്ചതെന്ന് പറയാം. വേഗം കഴിക്കില്ല അമ്മ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ചാലിച്ച് തരാം, കഴിക്കുക എങ്ങനെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരിക.
ഇതിൻ്റെ ഫൈനലായിട്ട് എന്താ പറയുക ആഡ് ചെയ്യാൻ പോണേ, കുറച്ച് വെളിച്ചെണ്ണ. ഇതെന്താ അറിയോ, ആ എരിവും ഒക്കെ നന്നായി ബാലൻസ് ചെയ്യും ഈ വെളിച്ചെണ്ണ. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും, ആ മുളക് ചുട്ടതും ഉള്ളി ചുട്ടതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ 2 റെസിപ്പി ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല ചൂട് ചോറിൽ കുറച്ച് വെക്കുക, എന്നിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കുക. നല്ല കുത്തരി ചോറില്ലേ, ചോപ്പരി ചോറ്, അതിലേക്ക് ഇതിനെ കുറച്ചൊന്ന് ഇടുക. ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കരുത് കേട്ടോ, കറിമാരി ഉപയോഗിച്ച് കഴിക്കാൻ പാടില്ല. ഇതും പൊട്ടറ്റോ ഫ്രൈയും തൈരും എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. നിങ്ങളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.